ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ സബ്മറൈൻസ് അതിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി, നമ്മൾ അണ്ടർ വാട്ടർ വാർഫെയർ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിരിക്കുകയാണ്. കാരണം ചൈന ഏതാണ്ട് 6 സബ്മറൈൻസിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് പാകിസ്ഥാനിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൽ 3 ഓൾറെഡി ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ചൈനയുടെ ബിൽഡ് ക്വാളിറ്റിയോ അതിന്റെ കപ്പാസിറ്റിയോ ഇതൊന്നുമല്ല നമ്മളെ അലേർട്ട് ആക്കുന്നത്. ശരിക്കും ഇത് പാകിസ്ഥാന്റെ കയ്യിൽ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. അവിടെയാണ് നമ്മൾ അലേർട്ട് ആവേണ്ടത്. കാരണം അദാനി ഓയിൽ റിഫൈനറിക്ക് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ആസിം മുനീർ. കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളായി ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സബ്മറൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്റ്റെൽത്ത് ആണ്. അപ്പൊ ഈ സ്റ്റെൽത്ത് ഇത് ഏതൊക്കെ എവിടെയൊക്കെ ഭാഗങ്ങളിൽ വരുന്നു, എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടെത്തി വളരെയധികം വിജിലന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. INS കാന്തേരി ടു റിസീവ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള AIP സിസ്റ്റമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. കാൽവരി ക്ലാസ് സബ്മറൈൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഫ്യൂവൽ സെൽസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജൻ ജനറേറ്റർ നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് ഓക്സിജൻ സ്റ്റോറേജ്. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇതാണ് കാൽവരി ക്ലാസ് സബ്മറൈനിൽ നമ്മൾ ചെയ്യുന്ന അപ്ഗ്രേഡേഷൻ. അപ്പൊ ഇത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടാൻ ജൂലൈ 2026 ആവും. അതാണ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് DRDO പുറത്തു വിട്ടിരിക്കുന്ന വിവരം. അപ്പൊ അത്രയും നാൾ നമ്മൾ കാത്തിരിക്കണം. ഇതിന് പുറമെ തുടരെ ഇന്ത്യയിലുള്ള മറ്റുള്ള അന്തർവാഹിനികളും നമ്മൾ ഇതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിന്റെ പോസിബിലിറ്റീസ് അഥവാ ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില പ്രത്യേക വാർത്താ അവതാരകർ 1971 നമ്മൾ ചെയ്ത ഒന്നുമല്ല, പിന്നെ നമ്മൾ ഒരിക്കലും അമേരിക്കയിൽ നിന്ന് വിട്ടുമാറി സഞ്ചരിക്കാൻ പറ്റില്ല, അമേരിക്ക അതിനെ അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, 1971 90,000 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥരെ നമ്മൾ നിക്കറോട് കൂടി കൈമാറിയിട്ടുണ്ട്. ആ ചരിത്രം ഒരിക്കലും ആർക്കും തന്നെ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പൊ 1971 ഇന്ത്യ നടത്തിയ യുദ്ധത്തിനെ ഒന്നും ആരും ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള വിചിത്രമായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ പല ആൾക്കാരും വീഡിയോകളിലൂടെ പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ്. 1971 വാർ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് പോയി ഇരുന്ന് പഠിക്കണം. 90,000 പേരെയാണ് നമ്മൾ പാകിസ്ഥാനികളെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ കൈമാറിയത്, നിക്കറോടെ കൈമാറിയത്. ആ ചരിത്രമൊന്നും പാകിസ്ഥാൻ അങ്ങനെ എളുപ്പത്തിൽ മറക്കത്തൊന്നുമില്ല. സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂസ് മിസൈൽ നിർഭയ്, ഈ മിസൈലിന്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ ശരിക്കും 2030 മാത്രമേ നമുക്ക് ഈ ഒരു SLCM കാറ്റഗറിയിൽ പെടുന്ന ഈ നിർഭയ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ നമുക്ക് പരീക്ഷണം നടത്തി കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പൊ DRDO ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില നിർണായകമായിട്ടുള്ള ടെക്നോളജി ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് ചില ഡിലേ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് DRDO സൂചിപ്പിക്കുന്നത്. 2027-28 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പൊ അത് ആ ഒരു മിസൈൽ ചെറിയ ഡിലേ രേഖപ്പെടുത്തുന്നുണ്ട്. 2030 വരെ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു മിസൈൽ കിട്ടാൻ വേണ്ടിയിട്ട്. സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രൂസ് മിസൈലാണ്. ഇന്ത്യ അടുത്ത ഘട്ട നടപടി എന്ന് പറയുന്നത് 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനുള്ള ആ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്കുകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള എഞ്ചിൻ മോഡിഫിക്കേഷൻസ് വർക്കുകളിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വളരെ വേഗം തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പല കമ്പനികളെയും ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് നിങ്ങൾ അസംബ്ലി ലൈൻ അഥവാ നിങ്ങളുടെ എഞ്ചിൻ മാനുഫാക്ചറിംഗ് ഒക്കെ തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. കാരണം നമുക്ക് ടെക്നോളജി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുമായിട്ട് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തായാലും 5th ജെൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്. എക്കണോമിക് ടൈംസിന്റെ വേൾഡ് ലീഡേഴ്സ് ഫോറം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് രാജ്നാഥ് സിംഗ് ഈ ഒരു വിഷയം വെളിപ്പെടുത്തിയത്. അതുപോലെ രാജ്നാഥ് സിംഗ് അസീം മുനീറിനെ റോബർ മെന്റാലിറ്റി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. റോബർ മെന്റാലിറ്റി, അതൊരു കള്ളൻ, അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. കാരണം അയാൾ തുടരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളത്തരം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് തുടരെ ഇന്ത്യക്കെതിരെയാണ് സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. താരിഫുകളുടെ മഹാരാജാവ് ഇന്ത്യയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ പല ശിങ്കിടികളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഡെയിലി 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന് എന്നുള്ള രീതിയിൽ ഗുളിക കഴിക്കുന്നത് പോലെയാണ് ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്.
ജോൺ ബോൾട്ടന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പലരും ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ ഇടപെട്ട കാലത്ത് അമേരിക്ക ചെയ്തതിലുള്ള ഏറ്റവും വലിയ ബ്ലണ്ടറാണ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഭരണകൂടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഏറ്റവും വലിയ ബ്ലണ്ടറായിട്ട് ഞാൻ കരുതുന്നത് ഇന്ത്യക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടാണ്. കാരണം കംപ്ലീറ്റ് ജിയോ പൊളിറ്റിക്സും തകർത്തുകൊണ്ട് എടുത്തിരിക്കുന്ന നിലപാടാണ്. ഇതുകൊണ്ട് ട്രംപിനുണ്ടാകുന്ന നേട്ടമൊന്നുമല്ല, 0. അതേസമയം ട്രംപിന്റെ എതിർചേരിയിൽ ശക്തമായ രീതിയിൽ ഡോളറിനെതിരെയുള്ള ഒരു ടീം റെഡിയാകുകയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജോൺ ബോൾട്ടൺ പറഞ്ഞത്. ജോൺ ബോൾട്ടൺ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പാടെ ട്രംപിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ട്രംപ് എന്ത് ചെയ്തു? FBI ഉദ്യോഗസ്ഥരെ വിട്ട് ജോൺ ബോൾട്ടന്റെ വീട് സെർച്ച് ചെയ്യാണ്. എന്തിനാണ്? എന്തെങ്കിലുമൊക്കെ രേഖകൾ കിട്ടുന്നെങ്കിൽ എടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ. ഈ ജോൺ ബോൾട്ടൺ ട്രംപിന്റെ വളരെ വിശ്വസ്തനായ അഡ്വൈസറിൽ ഒരാളായിരുന്നു. FBI വിട്ട് സെർച്ച് നടത്തിയതിന്റെ ഒറ്റ റീസൺ ജോൺ ബോൾട്ടൺ ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഈ താരിഫിനെ വിമർശിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ മനസ്സിലായല്ലോ എവിടെയാണ് ഇത് എഡ്ജ് ടു എഡ്ജ് വിഷയങ്ങൾ കിടക്കുന്നുള്ളത്. അപ്പൊ ട്രംപ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിനെ ഇന്ത്യയെ വരുതിക്ക് വരുത്തണം, അതുവരെ ട്രംപ് ഇങ്ങനെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ചില വിഷയങ്ങളിൽ പരാജയപ്പെടും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. ജോൺ ബോൾട്ടൺ മാത്രമല്ല, ജെഫ്രി ഹാക്സ്, ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, നിക്കി ഹാലെ, പല ആൾക്കാരും ട്രംപിന്റെ ഈ ഒരു നടപടിയെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്ക എടുക്കുന്ന നടപടി വളരെ തെറ്റാണ്, ഇന്ത്യക്കെതിരെ നിലപാട് പാടില്ല. കാരണം ഏഷ്യൻ സൈഡിൽ അമേരിക്കയ്ക്ക് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതാവാൻ പോവാണ്. കാരണം ഇൻഡോ പസഫിക് റീജിയനിൽ ഏറ്റവും വലിയൊരു പാർട്ട്ണറാണ്, ഏറ്റവും വിശ്വസനീയമായ ഒരു പാർട്ട്ണറാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻഡോ പസഫിക് റീജിയനിൽ ഇനി അമേരിക്ക എടുക്കാൻ പോകുന്ന നടപടി എന്താണ്? ആരെ കൂട്ടിക്കൊണ്ടാണ് ഇൻഡോ പസഫിക് റീജിയനിൽ ഇനി വരാൻ പോകുന്നത്? അതായത് ചൈനയ്ക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന പാകിസ്ഥാനെ വെച്ചുകൊണ്ട് ഇൻഡോ പസഫിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അമേരിക്കയ്ക്ക്? ഒരിക്കലുമില്ല. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജിയോ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആൾക്കാർ വളരെയധികം അമേരിക്കയെ വാൺ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇതിപ്പോ മനസ്സിലാവത്തില്ല ട്രംപിന്. അമേരിക്കയുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഭീകരാക്രമണം വരുമ്പോഴത്തേക്കും ആ ആക്രമണം അന്വേഷിച്ച് എത്തുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും വന്ന് എത്തിച്ചേരുന്നത് പാകിസ്ഥാനിലായിരിക്കും. ആ സാഹചര്യത്തിലായിരിക്കും ട്രംപ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. പീറ്റർ നെവ്രോ ഒരു സൈഡിൽ ഇന്ത്യയെ വിമർശിക്കുമ്പോഴും മറ്റൊരു സൈഡിൽ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട്, നരേന്ദ്രമോദി ഒരു ഗ്രേറ്റ് ലീഡറാണ്, ഇന്ത്യ ഒരു ഗ്രേറ്റസ്റ്റ് നേഷനാണ്, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പീസ് റോഡ് ഇടാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി ഇന്ത്യക്ക് ഒരു മെസ്സേജ് ആണ് തരുന്നത്. അതായത് നിങ്ങൾ ഓയിൽ മേടിക്കുന്ന നിർത്തിക്കഴിഞ്ഞാൽ റഷ്യ വഴിക്ക് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യ പോയി ഉക്രൈനും റഷ്യക്കും ഇടയിൽ നിന്ന് സംസാരിച്ച് ഈ യുദ്ധം അവസാനിപ്പിച്ച് വെക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. പുള്ളി പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തണം, ആയുധം വാങ്ങുന്നത് നിർത്തണം, എണ്ണ വാങ്ങിയത് നിർത്തണം, നിർത്തിക്കഴിഞ്ഞാൽ യുദ്ധം നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യൂറോപ്പ് മേടിക്കുന്ന 51% നിർത്തണ്ടേ? തുർക്കി മേടിക്കുന്ന പെർസെന്റേജ് നിർത്തണ്ടേ? അമേരിക്ക 20% ഈ 2 മാസത്തിനിടയിൽ റഷ്യയുമായിട്ട് ട്രേഡ് വർദ്ധിച്ചിട്ടുണ്ട്, അത് നിർത്തണ്ടേ? ഇതിനെക്കുറിച്ചൊന്നും പീറ്റർ നെവ്രോയ്ക്ക് എവിടെയും പറയാനില്ല. പിന്നെ ഇതുപോലത്തെ ഡയലോഗുകളും ഇതേപോലെ സോപ്പിടികളും ഒക്കെ നമ്മൾ കുറെ കണ്ടതാണ്. അതിലൊന്നും ഇന്ത്യ കയറി കൊത്തില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെയുള്ള പല കുള്ളനെരികളും ഇങ്ങനെ വരും. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതിന് അവരുടെയൊക്കെ ഇരട്ടത്താപ്പ് നോക്കണേ. നമ്മൾ ഇത്രയും പോപ്പുലേഷനുള്ള രാജ്യം കുറച്ച് എണ്ണ മേടിക്കുന്നത് ഇവന്മാർക്ക് പ്രശ്നമാണ്. പക്ഷെ ഇവന്മാർ ആവോളം എണ്ണയും മേടിക്കുന്നുണ്ട്, ഉക്രൈനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഉക്രൈനെ പരിപോഷിപ്പിക്കുന്നുണ്ട്, ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നുണ്ട്, റഷ്യക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ടുള്ള ആയുധവും ഉക്രൈന് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവരും യുദ്ധത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ ഇവര് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ, റഷ്യയോടൊപ്പം നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും യുദ്ധത്തിന്റെ ഭാഗമാണ്. അമേരിക്ക, നാറ്റോ, യൂറോപ്പ് എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് യുദ്ധം നടത്തുന്നത്. അല്ലാതെ ഉക്രൈൻ മാത്രമല്ലല്ലോ അവിടെ യുദ്ധം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം രാജ്യങ്ങൾ ചേർന്നിട്ടും റഷ്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. റഷ്യ ഒറ്റയ്ക്ക് നിന്ന് അവിടെ നിന്ന് അടിക്കുകയാണ്. റഷ്യയോടൊപ്പം വേണമെങ്കിൽ നോർത്ത് കൊറിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയും ഫിസിക്കലായിട്ട് സോൾജേഴ്സിനെ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ അതേസമയം നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ അവർ ഉപയോഗിക്കുന്നുണ്ട് റഷ്യ. അതിലുപരിയായിട്ട് ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫിസിക്കലി പ്രത്യക്ഷത്തിൽ ഒരു സഹായവും ഇല്ല. എന്നിട്ടും റഷ്യ പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ എത്ര രാജ്യങ്ങളാണെന്ന് കണക്കൂട്ടുന്നു? യൂറോപ്യൻ യൂണിയനിൽ 10-28 രാജ്യങ്ങളുണ്ട്, നാറ്റോ രാജ്യങ്ങൾ ഒരു സൈഡിൽ, അത് വേറെ, അമേരിക്കയുടെ സപ്പോർട്ട് അത് വേറെ. ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് റഷ്യ ഒരു രാജ്യം, റഷ്യക്കെതിരെ ഞങ്ങളൊരു 100-150 രാജ്യമുണ്ട്, അതിലൊരു രാജ്യമായിട്ട് ഇന്ത്യയും കൂടി വന്ന് ചേരണം എന്നാണ് ഇവർ പറയുന്നത്.
അതെന്തായാലും ഇന്ത്യ നിലപാടെടുക്കാൻ പോകുന്നില്ല, വളരെ വ്യക്തമാണ്. 56ാമത് DG ലെവൽ മീറ്റിംഗ് ബംഗ്ലാദേശിലെ ഢാക്കയിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള നിരവധി ഏരിയയിലുള്ള ബോർഡറുകളുടെ ഇഷ്യൂവിനെ കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ BSFും ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡ് ഫോഴ്സും തമ്മിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അപ്പം നിരവധി ഏരിയകളിൽ, പല ഏരിയകളിലും ഈ ബോർഡർ ഇഷ്യൂവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. എവിടെയൊക്കെയാണ് നമ്മൾ ഇനിയും ക്ലാരിറ്റി വരുത്തേണ്ടത്, ആ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മീറ്റിംഗ് വളരെ അനിവാര്യമായിരുന്നു. SDHI എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ്. സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് ഒരു സബ്സിഡറി കമ്പനിയാണ്, അതായത് ഒരു മെയിൻ കമ്പനിയുടെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ്. സെഞ്ചുറി ഓൾഡ് സ്വാൻ കോർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിലാണ് ഈ SDHI എന്ന് പറഞ്ഞ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രത്യേകത ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഷിപ്പ് ബിൽഡിംഗ് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് ചെയ്യുന്ന ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് ഈ SDHI എന്ന് പറഞ്ഞ കമ്പനി. ഇന്ത്യയെ വൺ ഓഫ് ദ ടോപ്പ് 5 കൺട്രീസ് ഓഫ് ഷിപ്പ് ബിൽഡിംഗ് 2047 ഇന്ത്യ ആ ഒരു പൊസിഷനിൽ എത്തിക്കുമെന്നാണ് ഈ ഒരു കമ്പനി പറയുന്നത്. അത്രത്തോളം ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വാഗ്ദാനവുമായിട്ടാണ് ഈ കമ്പനി കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കാണുന്നത്. 1,44,000 മെട്രിക് ടൺ സ്റ്റീൽ പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള യാർഡാണ് ഇവർക്കുള്ളത്. ഈ ഷിപ്പ് ബിൽഡിംഗിൽ പല മേഖലകളുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സ്റ്റീൽ ഫാബ്രിക്കേഷൻ. ആ സ്റ്റീൽ ഫാബ്രിക്കേഷന്റെ കപ്പാസിറ്റിയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു 1,44,000 മെട്രിക് ടൺ. അത്രമാത്രം ഭീമമായിട്ടുള്ള ഒരു കമ്പനിയാണ്. വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുജറാത്തിൽ ഇതുപോലെ ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ ഈ ഷിപ്പ് ഡിസ്മാൻഡിൽ ചെയ്യുന്ന കമ്പനികളൊക്കെ ഒരുപാടുണ്ട് അവിടെ ഗുജറാത്തിൽ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.